ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എന്റെ കണ്ടന്റ് എന്താണെന്നല്ലേ, ഞാൻ കുറച്ച് ഹെൽത്തി കിച്ചൺ ഹാബിറ്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ എല്ലാവർക്കും നമ്മുടെ കിച്ചൺ ക്ലീൻ ആയും ഹെൽത്തി ആയിട്ടും സൂക്ഷിക്കാൻ നല്ല താല്പര്യമുള്ളവരാണല്ലേ. പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലമോ അല്ലെങ്കിൽ നമ്മുടെ മടി കാരണമോ ചിലപ്പോഴൊന്നും നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇന്നത്തെ എന്റെ കണ്ടന്റിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് ആണ്. പക്ഷെ അതിൽ കുറച്ച് അഡാപ്റ്റേഷൻ വരുത്തിയിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്തുകൊണ്ടും നമുക്ക് ഒരുപാട് പണി ചെയ്യാതെ ചുരുങ്ങിയ സമയത്ത് ഹെൽത്തി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി തന്നെ നമുക്ക് കിച്ചൺ കൗണ്ടറിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കുക്കിംഗ് ഏരിയയും, പിന്നെ വാഷിംഗ് ഏരിയയും, ഫുഡ് സ്റ്റോറേജ് ഏരിയയും. ഓരോ ഏരിയയും അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. അതായത് നമ്മൾ വാഷ് ചെയ്യേണ്ട പാത്രങ്ങൾ എപ്പോഴും നമ്മൾ വാഷിംഗ് ഏരിയയിൽ തന്നെ സൂക്ഷിക്കുക. ഇതിലൂടെ നമ്മുടെ പണികൾ കുറയുകയും കിച്ചൻ്റെ ഔട്ടർ ലുക്ക് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ രണ്ടാമതായി പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കോമൺ ആയിട്ടുള്ളതാണല്ലേ ഈ ഗ്ലാസ് കുക്ക് ടോപ്പുകൾ. മിക്കവരും കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്പില്ലാവുന്നതെല്ലാം അപ്പോഴപ്പോഴും തുടച്ചെടുക്കാറാണ് പതിവ്. പക്ഷേ ഇതൊരു നല്ല ശീലമല്ല. പ്രത്യേകിച്ച് ഗ്ലാസ് കുക്ക് ടോപ്പുകളിൽ നല്ല ഹീറ്റായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ വെള്ളം വെച്ച് തുടയ്ക്കുന്നത് കാലക്രമേണ അതിനെ ഡാമേജ് ആക്കാനും അതിൽ ക്രാക്ക് വരുവാനും പെട്ടെന്നൊരു ദിവസം അത് മൊത്തത്തിൽ ഡാമേജ് ആക്കുവാനും കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കുറച്ച് നേരമെങ്കിലും കുക്ക് ടോപ്പിനെ കൂളാവാൻ വിടേണ്ടതാണ്. അങ്ങനെ കുക്ക് ടോപ്പ് കൂളായി കഴിയുമ്പോൾ നമുക്ക് സാവകാശം ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്ത് അതിനകത്തുള്ള അഴുക്കിനെയൊക്കെ റിമൂവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ലാത്ത 2-3 സാഹചര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ചായ സ്പില്ലാകുന്നത്, തേങ്ങ അരച്ച കറിയൊക്കെ സ്പില്ലാകുന്നത്, അതൊക്കെ നമ്മൾ ഉടനടി ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ ഉടനടി തുടയ്ക്കാം. ഇനി മൂന്നാമതായി നമ്മുടെ കിച്ചണിലേക്ക് കൊണ്ടുവരേണ്ട മെയിൻ ശീലങ്ങളിൽ ഒന്നാണ് കേട്ടോ, നമ്മൾ അപ്പോൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല നമ്മൾ വളരെ ലെസ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ കുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവൂ. കാരണം നമ്മൾ പാത്രത്തിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ലേറ്റാവും. അതുപോലെ തന്നെ ഞാൻ പലരിലും കണ്ടുവരുന്ന മറ്റൊരു സ്വഭാവമാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ പാത്രവും വാരിയിട്ട് വാഷ് ചെയ്യുന്നത്. അതായത് നമ്മൾ ജസ്റ്റ് വെള്ളം എടുക്കാൻ യൂസ് ചെയ്യുന്ന മഗ് വരെയും നമ്മൾ സോപ്പിട്ട് കഴുകാതിരിക്കുക. അവയെല്ലാം റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. ഇതുപോലെ ഒരുപാട് പേർ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നമ്മൾ വാഷ് ചെയ്യേണ്ട പാത്രങ്ങളെല്ലാം സോപ്പിട്ട ശേഷം സിങ്കിലേക്ക് ഇടുന്നത്. സിങ്കിലേക്ക് ഇട്ട ശേഷം ഓരോന്നായി എടുത്ത് വാഷ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കഴുകുന്ന ആ വെള്ളത്തിലൂടെ അതിൻ്റെ അഴുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മറ്റു പാത്രങ്ങളിലേക്ക് വീഴുവാനും വീണ്ടും അതിലുള്ള എണ്ണമയോ അഴുക്കും മറ്റു പാത്രങ്ങളിൽ പിടിക്കുവാനും കാരണമാകുന്നു. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ സിങ്കിനകത്തിട്ട് വാഷ് ചെയ്യരുത്. നമ്മൾ സോപ്പിട്ട പാത്രങ്ങൾ എപ്പോഴും കൗണ്ടർ ടോപ്പിൽ സൂക്ഷിച്ച ശേഷം മാത്രം വാഷ് ചെയ്യുക. അതുപോലെ നമ്മൾ ഓരോ പർപ്പസിനും ഓരോ സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യുക. ഒരിക്കലും നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ച് നമ്മൾ കിച്ചൺ സിങ്ക് ഒന്ന് കഴുകാതിരിക്കുക. അതുപോലെ നമ്മുടെ പണിയെല്ലാം അവസാനിച്ച ശേഷം നമ്മൾ കിച്ചൺ സിങ്ക് എപ്പോഴും ക്ലീൻ ചെയ്ത് കഴുകുക. എസ്പെഷ്യലി നമ്മുടെ നൈറ്റ് ടൈമിൽ. അല്ലാത്ത പക്ഷം ഇവ നമ്മുടെ കിച്ചണിലേക്ക് പല്ലികളെയും പാറ്റകളെയും അതുപോലെ തന്നെ എലികളെയും അട്രാക്റ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഹെൽത്തിനെ മോശമായി ബാധിക്കുകയും പല രോഗങ്ങൾ പിടിക്കുവാനും കാരണമാകുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പണി കഴിഞ്ഞ ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിനെയും അതുപോലെ തന്നെ കിച്ചൻ്റെ ഡ്രെയിനിനെയൊക്കെ വളരെ ക്ലീനായിട്ടും നീറ്റായും വാഷ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമുക്ക് മിക്ക ദിവസവും നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഈ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഡ്രെയിനറിലേക്കുള്ള ക്ലോഗ് മാറുകയും അതുപോലെ തന്നെ അതിലുള്ള ഒരുവിധം ജേംസിനെ നമുക്ക് കില്ല് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മൾ കിച്ചൺ സിങ്കെല്ലാം വാഷ് ചെയ്ത ശേഷം ഒരിക്കലും നമ്മൾ നമ്മുടെ കൈ സോപ്പിട്ട് കഴുകാൻ മറക്കരുത്. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് പല രോഗങ്ങളും പടരും. ഇനി നാലാമതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിച്ചൺ കൗണ്ടറിനെ എങ്ങനെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സ്പ്രേയറും അതുപോലെ തന്നെ ഒരു ക്ലോത്തും പിന്നെ ഒരു വൈപ്പറും നമ്മൾ കരുതിയിരിക്കണം. ഇവ നമ്മുടെ പണികൾ എളുപ്പമാക്കുവാനും അതുപോലെ തന്നെ പറ്റിപ്പിടിക്കുന്ന സ്റ്റെയിനുകളെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കടുകൊക്കെ വറുക്കുമ്പോൾ തെറിക്കുന്ന എണ്ണയായാലും നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലിൽ ലിക്വിഡും വാട്ടറും മിക്സ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും.
അതുപോലെ മിക്ക ആൾക്കാരുടെ കയ്യിലും വൈപ്പർ ഉണ്ടെങ്കിലും അവർ കൈവച്ചായിരിക്കും വെള്ളം എപ്പോഴും സ്വീപ്പ് ചെയ്ത് കളയുന്നത്. പക്ഷേ ഒരു കൈവച്ച് വെള്ളം സ്വീപ്പ് ചെയ്യുമ്പോഴും ഒരു വൈപ്പർ യൂസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ വൈപ്പർ ഉള്ളവർ കറക്റ്റായിട്ട് വൈപ്പർ യൂസ് ചെയ്യുന്ന കിച്ചനെ സ്വീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അത് കിച്ചൻ്റെ ഓവറാൾ ലുക്കിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അഞ്ചാമതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഹാബിറ്റ് ഒരു മീൽ പ്രിപ്പറേഷൻ്റെ പ്ലാനിങ് ആണ്. ഒരു ദിവസത്തേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എന്താണെന്ന് നമ്മൾ രാവിലെ തന്നെ ചിന്തിക്കുക. അതായത് ഇന്ന് ഏതൊക്കെ കറിയാണ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് ആദ്യം നമ്മളൊന്ന് ചിന്തിച്ചെടുക്കുക. അതിനുശേഷം അതിന് വേണ്ട വെജിറ്റബിൾസിനെ അറ്റ് എ ടൈമിൽ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുക. ഇതിലൂടെ നമുക്ക് ഇലക്ട്രിക് എനർജിയുടെ വേസ്റ്റേജ് കുറയുവാനും കറണ്ട് ബിൽ കുറയ്ക്കുവാനും സാധിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ കട്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് വെള്ളം ലാഭിക്കുവാനും അതുപോലെ തന്നെ സമയം ലാഭിക്കുവാനും സാധിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത വെജിറ്റബിൾസിനെ സൂക്ഷിച്ച ശേഷം കുക്കിങ്ങും നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാ കറിയും നമുക്ക് വളരെ ശ്രദ്ധയോടെ കൂടെ നിന്ന് ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, നമ്മൾ കട്ട് ചെയ്യാനും പീൽ ചെയ്യാനും യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മൾ പ്രത്യേകിച്ച് ഒരു വേസ്റ്റ് ബിന്നിലിട്ട് തന്നെ സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ കൗണ്ടർ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവുന്നതാണ്. ഇനി ആറാമതായി നമ്മൾ കൊണ്ടുവരേണ്ട ഒരു നല്ല ഹാബിറ്റാണ് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ യഥാസ്ഥാനത്ത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മിക്കവരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണല്ലേ. നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും കുക്കിംഗ് സ്ലാബിലും ഒക്കെ കീപ്പ് ചെയ്യാറുണ്ടല്ലേ. പക്ഷെ ഇനി നമ്മൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ഉപയോഗശേഷം അതിൻ്റെതായ സ്ഥാനത്ത് വീണ്ടും അതിനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമാകുന്നതാണ്. ഇനി ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓയിൽ ക്യാൻ ആണ് കേട്ടോ. യൂസിന് ശേഷം നമ്മൾ എപ്പോഴും അതിൽ നിന്നും ഡ്രെയിൻ ആവുന്ന എണ്ണയെ തുടച്ചു വെച്ചില്ലെങ്കിൽ അതിനൊരു മെസ്സി ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും എണ്ണ യൂസ് ചെയ്ത ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വയ്ക്കും. ഇനി എട്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തെന്നാൽ, നമ്മളെല്ലാവരും വളരെ ചുരുങ്ങിയ സ്പേസിൽ കിച്ചൺ ഉള്ളവരാണല്ലേ. ഒരുപാട് വലിയ സ്പേസിൽ കിച്ചൺ ഉള്ളവരായാലും നമ്മുടെ വാഷിംഗ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഡ്രെയിനിങ് സ്റ്റാൻഡ് വെക്കേണ്ടി വരും. അപ്പോൾ ആ ഡ്രെയിനിങ് സ്റ്റാൻഡിൽ നിന്നും വെള്ളം പുറത്ത് പോകാതിരിക്കാനും നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീനായി സൂക്ഷിക്കാനും നമ്മൾ ഇതുപോലുള്ള 2 മാറ്റുകൾ വാങ്ങിച്ച ശേഷം അതിനെ മാറ്റി മാറ്റി കഴുകി സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള മാറ്റിൻ്റെ യൂസ് എന്തെന്നാൽ, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇതുപോലെയുള്ള ഡ്രെയിനിങ് സ്റ്റാൻഡുകൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാഷ് ചെയ്ത വെള്ളം ഈ ക്ലോത്തിൽ അബ്സോർബ് ആവുകയും ചെയ്യും. ഇനി 9ാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തെന്നാൽ, മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. കാരണം കിച്ചണിലെ എല്ലാ പണിക്ക് ശേഷവും ഒരു കൈ വൈപ്പ് ചെയ്യുന്നത് സ്വന്തം ഡ്രസ്സിലാണ്. അങ്ങനെ നമ്മൾ ഇനി ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് കൈ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ടവൽ കരുതുക. ഇത് നമ്മുടെ ക്ലോത്തിനെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നു. ഇനി 10ാമതായി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തെന്നാൽ, നമ്മുടെ കിച്ചൺ ടിഷ്യൂ എന്നുള്ളത് നമ്മുടെ കിച്ചണിൽ മേജർ റോളും വഹിക്കുന്ന ഒരാളാണല്ലേ. കാരണം മിക്ക സാധനങ്ങളിലും ഡയറക്റ്റ് കോണ്ടാക്റ്റ് കിച്ചൺ ടിഷ്യൂവിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൺ ടിഷ്യൂ ക്ലീൻ അല്ലെങ്കിൽ നമുക്കത് അൺഹെൽത്തി ആയിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ടിഷ്യൂസിനെ നമുക്ക് ക്ലോസ്ഡ് കൗണ്ടേഴ്സിൽ സൂക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഇതിൽ ഫ്ലൈസ് വന്ന് അറ്റാക്ക് ചെയ്താൽ നമുക്ക് വേറെ പല രോഗങ്ങളും ഉണ്ടാക്കും. ഇനി 11ാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ എപ്പോഴും എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത റൈസ് ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് കാലക്രമേണ സ്ലോ പോയിസൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി 12ാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തെന്നാൽ, ചുമരിൽ ആണിയടിച്ച ശേഷം ഇതുപോലെയുള്ള പാത്രങ്ങൾ തൂക്കിയിടുക എന്നുള്ളത്. ഇത് നമ്മുടെ കിച്ചൻ്റെ ഔട്ടർ ലുക്കിനെ മൊത്തത്തിൽ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ലിസാർഡൊക്കെ വന്നിരുന്ന് രോഗം പരത്താനും കാരണമാകുന്നു. ഇനി 13ാമത്തെ എന്തെന്നാൽ, സെൽഫ് ഹൈജീന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഏപ്രോൺ ധരിക്കുക, അതുപോലെ തന്നെ കിച്ചൺ മാറ്റ് യൂസ് ചെയ്യുക, അതുപോലെ കിച്ചൺ ടവൽസും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വേസ്റ്റ് ബിന്നിൻ്റെ യൂസ് ആണ് കേട്ടോ. നമ്മൾ ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ക്ലോസ്ഡ് വേസ്റ്റ് ബിൻസ്. ഇത് നമ്മുടെ കിച്ചൺ വേസ്റ്റിലേക്ക് ഉറുമ്പുകളും ഈച്ചകളും മറ്റു തരം ഫ്ലൈസും വരുന്നതും തടയുന്നു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ബാഡ് സ്മെല്ല് കിച്ചണിലേക്ക് വരാതിരിക്കുവാനും ഹെൽപ്ഫുൾ ആവുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു ക്ലീൻ ആൻഡ് ഹെൽത്തി കിച്ചന്റെ ഹാബിറ്റ്സ്. ഇത് നമ്മളും അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചണും വളരെ ക്ലീൻ ആയിട്ടും ഹെൽത്തി ആയിട്ടും സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.